ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് സംസാരിക്കുക എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ സംസാരിക്കുക എന്നിട്ട്. പക്ഷേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അവസരം കിട്ടാൻ, അല്ലെങ്കിൽ ഒരു പുതിയ ആളെ പരിചയപ്പെടാൻ, അല്ലെങ്കിൽ ഒരു പുതിയ ചങ്ങായിമാരെ കിട്ടാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് സംസാരത്തിലോട്ട് കടക്കുക എന്നറിയാൻ, അങ്ങനത്തെ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ആക്കിയിട്ടുള്ളത്. ഞാൻ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരാൾ ഒരു ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. വളരെ തിരക്ക് നിറഞ്ഞ ബസ് സ്റ്റോപ്പ്. ആൾക്കാർ ബസ് കാത്തു നിൽക്കുന്നു, സംസാരിക്കുന്നു, പല പല തിരക്കുകളിൽ ഇടപെട്ട് നിൽക്കുന്നു. നമ്മുടെ ആൾ ഈ ബസ് സ്റ്റോപ്പിലോട്ട് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബസ് സ്റ്റോപ്പിലുള്ള ഒരു കസാരയിൽ ഇരുന്ന് അയാൾ എന്നിട്ട് ഫോൺ കളിച്ചിരിക്കുകയാണ്. അതുപോലെ മറ്റൊരാൾ ഇതേ ബസ് സ്റ്റോപ്പിൽ ഇതേ തിരക്കുള്ള സ്ഥലത്ത് ഇയാൾ അവിടെ പോയി ഒരു കസാരയിൽ ഇതേമാതിരി ഇരിക്കുകയാണ്. പക്ഷേ അവിടുത്തെ ആൾക്കാർ ഇയാളോട് ചോദിച്ചു സമയം എത്രയായി. പിന്നെ ആൾക്കാർ ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ സംസാരിച്ച് ഇയാൾക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുകയാണ്. ഇപ്പോൾ ഈ ഉദാഹരണത്തിലൂടെ എന്താണ് ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും തമ്മിൽ ഉള്ള വ്യത്യാസം? ആദ്യത്തെ അയാളെ സംസാരിക്കാൻ വേണ്ടി വന്നെങ്കിൽ പോലും അയാൾ ആ ആൾക്കൂട്ടത്തിനിടയിൽ ആൾക്കാരോട് സംസാരിക്കാനുള്ള ഒരു മനപ്രയാസം കാരണം അയാൾ ഒരു ബിസി ആവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ ആളായി മാറാൻ കഴിയും, അല്ലെങ്കിൽ രണ്ടാമത്തെ ആളാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഹലോ ഗൈസ്, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഈ ആൾക്കാരുടെ കൂട്ടത്തിനിടയിൽ നമ്മൾ മറ്റ് തിരക്കുകളിലായി ഇടപെടുമ്പോൾ സമയത്ത്, അല്ലെങ്കിൽ ഒരു പരിപാടിൻ്റെ സമയത്ത് നമ്മൾ മറ്റൊരു കാര്യങ്ങളിൽ ഇടപെടുന്ന സമയത്ത് പൊതുവേ നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കട്ടാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അവസ്ഥ നമ്മൾ നേരിടുക? നമ്മൾ ആ മടുപ്പിനെ നമ്മൾ നേരിടുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ, അതായത് നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു സംസാരം നമുക്ക് കിട്ടാനായിട്ട് നമ്മളൊരു സ്ഥലത്ത് വന്ന് ഇരിക്കുകയാണെങ്കിൽ നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആരും നമ്മളോട് സംസാരിച്ചിരുന്നില്ല. അപ്പോൾ ഒരു പണിയും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. ഈ സമയത്ത് നമ്മൾ വളരെ അധികം നമ്മളെ തലച്ചോറ് ബോറായി, അല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കരമായ ബോർഡം ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിനെ നമ്മൾ തരണം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. കാരണം നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പോകുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഇൻട്രാക്ഷൻ നടക്കാൻ വേണ്ടിയുള്ള ആ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബോർഡത്തിന് നമ്മൾ തരണം ചെയ്തേ മതിയോ. അപ്പോൾ ഇതിന് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഡോപാമിൻ ഡിറ്റോക്സ് ഇതുപോലത്തെ എക്സസൈസുകൾ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം ഈ ഒരു കാരണത്തിന് തരണം ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഐ കോണ്ടാക്ട് ആൻഡ് സ്മൈലിംഗ് എന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഐ കോണ്ടാക്റ്റിനെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസിൽ പിന്നെയും പറഞ്ഞതാണ്. ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും സംസാരം നമുക്ക് ഇങ്ങോട്ട് വരില്ല. നമ്മൾ ജസ്റ്റ് ഒരാളെ നോക്കിയേ, അല്ലെങ്കിൽ ഹലോ ഒരു ചെറിയ സ്മൈലോടെ കൂടി അങ്ങനെ ജസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കുറച്ച് അടുത്തേക്ക് നമുക്ക് വരുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ്. ഈ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനൊരു വളരെ പ്രയാസമുള്ള കാര്യമുണ്ടാവും. നിങ്ങൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ ഇന്ന് ഇങ്ങനെ ചെയ്യില്ല, നാളെ അങ്ങനെ ചെയ്യാം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഒരു പ്രാക്ടീസായി എടുത്തിട്ട് എല്ലാ ദിവസവും കുറച്ച് ട്രൈ ചെയ്യുക. നിങ്ങളെ വീട്ടിൽ കുറച്ച് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്ക് തിരക്കുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് പോകുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇതിനെങ്ങനെ മെച്ചപ്പെടുത്തി ഒരു സ്കില്ലാക്കി എടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഇനിയും ഒരുപാട് പോയിന്റുകളുണ്ട്, പക്ഷേ ഞാൻ ഈ വീഡിയോ ഇതുവരെ ആക്കുന്നുള്ളൂ. ഇനി ഞാൻ ഒരുപാട് കാര്യങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് വിശദമായി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.